ഹായ്. നമ്മള് പെർസെന്റേജ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമ്മള് സി.ജി.എല്ലിന്റെ പ്രീവിയസ് ഇയർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും. സോ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവര് ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ആ ഒരു സി.ജി.എൽ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് അതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ്, ആ പെർസെന്റേജിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ലൈക്ക് പെർസെൻറ്റേജ്, റേഷ്യോ അങ്ങനെയുള്ള ടോപ്പിക്സ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ക്വസ്റ്റൻസിലേക്ക് പോകുമ്പോൾ, ബാക്കി ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും ആ ചാപ്റ്ററിലെ ഫോർമുലാസും ഒരുപാട് ഫോർമുലാസ് ഒക്കെ എടുത്ത് ക്വസ്റ്റൻ സോൾവ് ചെയ്യാതെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിന് ലോജിക് യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസേഴ്സ് എടുക്കാം, ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ വരാതെ ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റനിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. Ajay spent 66 2/3% of his income on different household items. If his income increased by 25% and expenditure increased by 20%, then the effect on his savings will be. നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഓൾറെഡി ലാസ്റ്റ് സെഷനിൽ 2 എണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് റിപ്പീറ്റ് ആവുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ജസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ആയതേ ഉള്ളൂ ഔട്ട് ഓഫ് 30. പക്ഷേ അതിൽ തന്നെ ഒരേ ക്വസ്റ്റ്യൻ 3 വട്ടം റിപ്പീറ്റ് ആയിട്ടുണ്ട്. ലൈക്ക് വാല്യൂസ് മാറിയിട്ടുണ്ട്, ബട്ട് അതേ സെയിം ഷോർട്ട് കട്ട് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇനിയും ഫോർമുലാസ് എഴുതേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് അങ്ങ് ആൻസർ എടുക്കാൻ നമുക്ക്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് കട്ടും ഫോർമുലാസ് ഒക്കെ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ എക്സ്പെൻഡിച്ചറും സേവിങ്സിനെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിരിക്കുന്ന 66 2/3 എന്ന് പറഞ്ഞാൽ 66.66%. അങ്ങനെയാണെങ്കിൽ ആളുടെ സേവിങ്സ് എന്തായിരിക്കും? അതിന്റെ ബാക്കി ആയിരിക്കത്തില്ലേ 33.33%. മൊത്തം 100% ആയിരിക്കുമല്ലോ ഇൻകം എന്ന് പറയുന്നത്. സോ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? നമ്മൾ തന്നെ 33.33 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 2/1 എന്ന് പറയും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 2 എന്ന് എടുക്കാം. 2/1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത് ആ 2 എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒന്നുകൂടി കൂട്ടുക, എന്നിട്ട് അവിടെ വന്ന ഇൻകത്തിലുള്ള ഇൻക്രീസ് അത് 25 ആണ്, അതെടുക്കുക. മൈനസ് നമുക്ക് അവിടെ വീണ്ടും ആ 2 എടുക്കുക, എന്നിട്ട് നമുക്ക് അവിടെ എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എത്രയാണ്? 20 ആണ്, അതെടുക്കുക. സോ അങ്ങനെ 3 × 25 75 മൈനസ് 2 × 20 40. 75 നിന്ന് 40 മൈനസ് ചെയ്താൽ 35. അങ്ങനെ നമ്മുടെ ആൻസർ എത്രയെന്ന് വരും? 35% എന്ന് വരും നമ്മുടെ സേവിങ്സിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ്. സോ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ലൈനേ ഉള്ളൂ, 2 ലൈൻ പോലും ഇല്ല. വളരെ പെട്ടെന്ന് ചുമ്മാ നമുക്ക് നോക്കി ആൻസർ എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. An article passing through 2 hands is sold at a total profit of 40% of the original cost price. If the first dealer makes a profit of 30% and the profit percentage made by the second dealer is എന്നാണ് ചോദിച്ചത്. നമുക്ക് കൈൻഡ് ഓഫ് പെർസെൻറ്റേജ് മാത്രമല്ല, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കൺസെപ്റ്റ് കൂടി അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ആദ്യമേ ഒരാൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുക. 100 രൂപയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം ആദ്യമേ അത് ഒരാൾക്ക് വിൽക്കുകയാണ്. വിൽക്കുന്ന സമയത്ത് ആദ്യത്തെ ഡീലർ 30% പ്രോഫിറ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. 30% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ 100 രൂപയുടെ സാധനം 30% ലാഭം എന്ന് പറയുമ്പോൾ 100ന്റെ 30% 30 തന്നെ ആയിരിക്കും. എത്രയിലായിരിക്കും ആൾ വിൽക്കുന്നത്? 130 വിൽക്കുന്നത്. അങ്ങനെയാണ് ആൾക്ക് അവിടെ ഫസ്റ്റ് ഡീലർ 30% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 130 രൂപയ്ക്ക് വിറ്റു. ഇനി ഈ സെക്കൻഡ് ഡീലർ അത് മൂന്നാമത്തെ ഒരാൾക്ക് വിൽക്കുകയാണ്. പക്ഷെ വിൽക്കാൻ നേരത്തെ എന്തോ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ലൈനിൽ ഒരു കാര്യം പറയുന്നുണ്ട്. An article passing through 2 hands is sold at a total profit of 40%. എന്ന് പറഞ്ഞാൽ 2 കൈമാറി പോകുമ്പം ഈ സാധനം മൊത്തത്തിൽ വരുന്ന ലാഭം എത്രയാണ്? 40% പ്രോഫിറ്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 40% പ്രോഫിറ്റ് ആണെങ്കിൽ 100 രൂപയുടെ സാധനം 40% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? +40 വരും. അങ്ങനെയാണെങ്കിൽ അത് വിറ്റേക്കുന്ന എത്ര തന്നെ ആയിരിക്കും? 140 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇനി നമുക്ക് ഇവിടുന്ന് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. ഇവിടെ 130 എന്നുള്ള സാധനത്തിന് വിറ്റേക്കുന്നത് 140 അല്ല. എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടിയാണ് വിറ്റേക്കുന്നത്? 10 കൂട്ടിയാണ് വിറ്റേക്കുന്നത്. എവിടെ നിന്നാണ് ഈ 10 കൂടിയത്? ഈ 130 എന്നല്ലേ. നമ്മുടെ ഈ 30 എന്ന് പറയുന്നത് നമ്മുടെ ഈ 100ന്റെ 30%. അങ്ങനെയാണെങ്കിൽ ഈ 10 എന്ന് പറയുന്നത് ഈ 130ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ ആദ്യം നമുക്ക് ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഡീലറിന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി കൂടിയത് എത്ര? 10. എവിടെ നിന്നാണ് കൂടിയത്? 130 നിന്നാണ് കൂടിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പെർസെൻറ്റേജ് ആണ്, നമുക്ക് വേണമെങ്കിൽ × 100 കൂടി എടുക്കാം. അങ്ങനെ ഇവിടുന്ന് 0 ക്യാൻസൽ ആയി 1/30 എന്ന് വരും. ആൻഡ് 1/30ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എത്രയാണ്? ഓർമ്മയുണ്ടോ? 7 9/13 ആണ് അത്. 7 9/13. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 7 9/13 എന്ന് വരും. നമുക്ക് 100ൽ നമ്മുടെ 13 നമുക്ക് എത്ര വട്ടം പോകും? 7 വട്ടം പോകും. 91
അപ്പോൾ ആ ഒരു 7 വട്ടം പോയതിനു ശേഷം 7 × 13 ആണ് നമ്മുടെ 91 എന്ന് പറയുന്നത്. അപ്പോൾ 7 വട്ടം പോവും, 7 വട്ടം പോയതിനു ശേഷം പിന്നെ നമുക്കവിടെ ബാക്കി റിമൈൻഡർ എത്ര വരും? 9 കൂടി വരും. അപ്പോൾ 9 കൂടി വന്നതിന് ശേഷം ഔട്ട് ഓഫ് 13, സോ 7 9/13 പെർസെൻറ്റേജ് ആയതുകൊണ്ട് പെർസെൻറ്റേജ് എന്ന് വരും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. കാണാൻ പറ്റും, വളരെ സിമ്പിൾ ലോജിക്കൽ മെത്തേഡ് യൂസ് ചെയ്താണ് എടുത്തേക്കുന്നത്. നമ്മൾ വേറെ ഫോർമുലസിലേക്ക് ഒന്നും പോയിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഒരു എലക്ഷൻ്റെ ക്വസ്റ്റൻ ആണ്. പക്ഷേ അവിടെ എലക്ഷനേക്കാളും കൂടുതൽ നമുക്കവിടെ ഒരു പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് ആണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. എലക്ഷൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഒരുപാട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ആൻസർ ഒന്ന് എടുക്കാം. ഒരു ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി 45% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആർ മെയിൽ ആൻഡ് ദ റെസ്റ്റ് ആർ ഫീമെയിൽ. അപ്പോൾ വിചാരിച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മൊത്തം 100% ആൾക്കാരാണോ ഉള്ളതെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 100 ഉള്ളതെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ 100ൽ നമുക്കവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് എത്രയാണ് മെയിൽ എത്രയാണ് ഫീമെയിൽ എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ 45% മെയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 45ഉം നമുക്ക് 55 ഡിവൈഡ് ചെയ്യാം, മെയിലും ഫീമെയിലും. അപ്പോൾ ഇത് മെയിൽ, 45% ഓഫ് ദ ടോട്ടൽ വോട്ടേഴ്സ് ആ മെയിൽ ആൻഡ് ഇത് ഫീമെയിൽ. ഇനി അവിടെ എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ഇനി അവിടെ പറഞ്ഞേക്കുന്നത് ഇഫ് 60% ഓഫ് ദ മെയിൽസ് ആർ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെയിലിലെ 60% ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ മെയിലിനെ ഡിവൈഡ് ചെയ്യാം ഇല്ലിറ്ററേറ്റും ലിറ്ററേറ്റും ആയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇല്ലിറ്ററേറ്റിനെ ഐ വെച്ചും ലിറ്ററേറ്റിനെ എൽ വെച്ചും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയുന്നത് ഇല്ലിറ്ററേറ്റ് 60% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് 60% ആണെങ്കിൽ ഇത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ലിറ്ററേറ്റ് പിന്നെ ബാക്കി എത്ര പേര് കാണും? 40% ലിറ്ററേറ്റ് ആയിരിക്കത്തില്ലേ? 60% പേര് ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ ബാക്കി 40% ലിറ്ററേറ്റ് ആണ്. നമുക്ക് ഈ 60-40 ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ, റേഷ്യോ പോലെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 3:2 എന്ന് വരത്തില്ലേ? സോ നമുക്കൊന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ക്യാൻസൽ ചെയ്ത് 3:2 ആക്കാം. ഇനി അതേപോലെ ഫീമെയിലിൻ്റെ കേസ് വരുമ്പം 60% ഓഫ് ദ ഫീമെയിൽസ് ആർ ലിറ്ററേറ്റ്. അപ്പോൾ പറഞ്ഞത് ശ്രദ്ധിച്ചോണം, ഒരെണ്ണം ഇല്ലിറ്ററേറ്റും മറ്റേ ലിറ്ററേറ്റും ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അറിയാതെ തിരിഞ്ഞു പോയാൽ നമുക്കത് മൊത്തം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഈ ലിറ്ററേറ്റ് 60%. അപ്പോൾ നമുക്ക് ഇത് ഓർഡർ തെറ്റാതെ തന്നെ എടുക്കാം. ഇല്ലിറ്ററേറ്റും ലിറ്ററേറ്റും തന്നെ എഴുതാം ഇവിടെ. എന്നിട്ട് ഇതിലെ ലിറ്ററേറ്റ് ആണ് 60% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിറ്ററേറ്റ് 60% ആണെങ്കിൽ ഇല്ലിറ്ററേറ്റ് 40% ആയിരിക്കും. നേരത്തെ അതേ വാല്യൂ, പക്ഷേ തിരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ എഗെയിൻ ഇവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് 2:3 റേഷ്യോ നമുക്ക് വരും. ഇനി എന്താ ചോദിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഇനി അവിടെ ചോദിച്ചേക്കുന്നത് then by what percent is the number of illiterate females more than that of the literate male? അപ്പോൾ നമ്മളോട് പറയുന്നത് ഇല്ലിറ്ററേറ്റ് ഫീമെയിൽ നമ്മുടെ ലിറ്ററേറ്റ് മെയിലിനേക്കാളും എത്ര കൂടുതലുണ്ട്, അത് ഇൻ പെർസെൻറ്റേജിൽ ഡിനോട്ട് ചെയ്യണം. അതിനെ ബേസ് ആരാ ഉപയോഗിക്കേണ്ടത്? ഇല്ലിറ്ററേറ്റ് മെയിലിനെയാണ് ബേസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. പെർസെൻറ്റേജ് ആണ് ഇൻറ്റു 100 കൂടി. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇല്ലിറ്ററേറ്റ് ഫീമെയിൽ എത്ര കൂടുതലാണ്. അപ്പോൾ അവർ കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇല്ലിറ്ററേറ്റ് ഫീമെയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലിറ്ററേറ്റ് മെയിലിനെ മൈനസ് ചെയ്യണം. കമ്പയർ ചെയ്യേണ്ടി ആര് വെച്ചാൽ ലിറ്ററേറ്റ് മെയിൽ വെച്ചാണ്. പിന്നെ പെർസെൻറ്റേജ് ആയിട്ട് ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് ഒന്ന് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാല്യൂസ് ഇവിടെ നിന്ന് എടുക്കാം. നിങ്ങൾ നോക്കിയാൽ ഇവിടെ 3+2 എന്താണ്? 5 ആണ്. ഈ 5 അല്ല 45 എന്ന് തന്നേക്കുന്നത്. ഈ 5 എന്ന് പറയുന്ന 45 ആണെങ്കിൽ നമ്മുടെ ഈ 3+2 എന്ന് പറയുമ്പോൾ 5 ആണ്. ഈ 5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ 45 എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 × 9 ചെയ്യുമ്പോഴാണ് 45 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 × 9 ചെയ്ത് എത്ര വരും? 27 എന്ന് വരും. ആൻഡ് 2 × 9 ചെയ്ത് എത്ര വരും? 18 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ 45-ലെ 27 ആൻഡ് 18, 27 ഇല്ലിറ്ററേറ്റ് മെയിലും 18 ലിറ്ററേറ്റ് മെയിലും. അതേപോലെ ഇവിടെ നോക്കിക്കുക, ഈ 2+3 എന്ന് പറയുന്നത് 5 തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 5 എന്ന് പറയുന്നതല്ലേ ഇവിടെ 55 എന്ന് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം 5 × 11 ചെയ്യുമ്പോഴാണ് 55 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 × 11 22, 3 × 11 33 വരും. ഇനി നമുക്ക് ആരെയൊക്കെ കമ്പയർ ചെയ്യാനുള്ളത് നോക്കിക്കേ, ശ്രദ്ധിച്ചെടുക്കണം. ഇല്ലിറ്ററേറ്റ് ഫീമെയിൽ. ഇപ്പോൾ ഇല്ലിറ്ററേറ്റ് ഫീമെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ 22നെയും അതുപോലെ തന്നെ ലിറ്ററേറ്റ് മെയിലും, അപ്പോൾ ആ 18നെ, ഇതാണ് നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത്. കമ്പയർ ചെയ്യാം. അപ്പോൾ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 22 - 18 / 18 × 100 അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 22 - 18 4 എന്ന് വരും. 4/18 എന്ന് പറയുമ്പോഴത്തേന്ന് നമുക്കത് 4/18 × 100 എന്ന് വരും. അപ്പോൾ 4/18 നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2/9 എന്ന് വരും. നമുക്കിവിടെ ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് 4/18 അത് കട്ട്, പിന്നെ ഇൻറ്റു 100 ഉണ്ട്. അത് നമുക്ക് ഇനി എഴുതേണ്ട ആവശ്യമില്ല. നമുക്കത് ജസ്റ്റ് അല്ലാതെ തന്നെ എടുക്കാൻ പറ്റും. എന്ന് പറയുന്നത് ഫെമിലിയർ വാല്യൂ ആണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2/9 എന്ന് വരും. ആൻഡ് 2/9 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? 22.22% ആണത്. 2/9 22.22%. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രാക്ഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വാല്യൂസ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, 22.22%. ഓക്കെ,
അത്യാവശ്യം ഈസി ക്വസ്റ്റിനാണ്, പക്ഷെ അവിടെ കുറച്ച് ലെന്തി ആയിട്ടാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കത് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വാല്യൂസ് ഒന്ന് റഫ് ആയിട്ടെങ്കിലും റേഷ്യോസ് കിട്ടിയാലേ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റിലേക്ക് ഇപ്പോൾ, ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ R and S, S gets 110% of the votes of S എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ രണ്ടുപേരാണുള്ളത്, ആറും എസും. ഈ എലക്ഷനിൽ അവിടെ R gets 110% of the votes of S എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എസ് ഒരു 100 ആണെങ്കിൽ എസിന്റെ 110%, 110% എന്ന് പറയുമ്പോൾ എത്ര വരും? 110 തന്നെ വരും, അത്രേ ഉള്ളൂ. ഓക്കെ, 110% ഓഫ് എസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100ന്റെ 110% എത്ര? 110 തന്നെ വരും. ഇനി അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ആൻഡ് ഈ പറയുന്ന എസിനെ ആറ് ബീറ്റ് ചെയ്യുന്ന 770 വോട്ട്സിനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 0 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 11ഉം 10ഉം വരും. ഈ 11ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം, ഓക്കെ, എസിനെ ആറ് ബീറ്റ് ചെയ്യുന്ന ആ 1ന്റെ ഡിഫറൻസിൽ, ആ 1 എന്ന് പറയുന്നതാണ് എത്രയെന്ന് കൊടുത്തേക്കുന്നത്? 770 വോട്ട്സ് എന്ന് കൊടുത്തേക്കുന്നത്. ആണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദർ വെർ നോ ഇൻവാലിഡ് വോട്ട്സ്. അപ്പോൾ അവിടെ ഇൻവാലിഡ് വോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഈസ്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത് ഈ 11 പ്ലസ് 10 നമ്മുടെ ഈ 11 പ്ലസ് 10 21 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 21 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പറയാം ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെ 1 × 770, അങ്ങനെയാണെങ്കിൽ 21 × 770 ചെയ്താൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പോൾ 221 × 770 എന്ന് പറയുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 21 × ആ 770 നമുക്ക് 7 × 11 എടുക്കാമല്ലോ, പിന്നെ ആ 0. അപ്പോൾ 7 × 21 എന്ന് പറയുമ്പോഴത്തേന് നമുക്കത് 7ഉം 2 × 7 14 എന്ന് വരും. ഇനി ആ 11ന്റെ ഷോർട്ട് കട്ട് കൂടി യൂസ് ചെയ്താൽ പോരെ. 11ന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ 7 വരും. 7 + 4 11, 1 ക്യാരി ഓവർ വരും. 4 + 1 5, 5 + 1 ക്യാരി ഓവർ ചേരുമ്പോൾ 6, പിന്നെ ആ 1 അതേപോലെ വരും, പിന്നെ ആ 0 കൂടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കത് 16170 എന്ന് വരും. അപ്പം മൊത്തം വോട്ട്സ് പോൾ ചെയ്ത് എത്രയാണ്? 16170. ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 16170 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 16170. നോക്കിയേ, ഈസിയായിട്ട് ആൻസർ വന്നല്ലേ. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ആൻസർ മാർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. എങ്ങനെ? നമുക്കിവിടെ 1 എന്ന് പറയുന്നതാണ് 770, ലാസ്റ്റ് 2 ഡിജിറ്റ് 70. ഇവിടെ അവസാനം 1 തന്നെ. അങ്ങനെയാണെങ്കിൽ അവിടെ അവസാനം എന്ത് തന്നെ വരണം? 70 തന്നെ വരണം. ഓക്കെ, എന്നോട് ഇവിടെ 1 770. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവസാനം 1 ആണെങ്കിൽ അവസാനം എന്ത് തന്നെ വരണം? ആ 70 തന്നെ വരണം. ഓപ്ഷനിൽ 70 തീർന്ന ഓപ്ഷൻ ഇതാ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, വളരെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്യുക, ഫുള്ള് സോൾവ് ചെയ്ത് എടുക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പം കറക്റ്റായിട്ട് ആൻസർ കിട്ടാൻ വേണ്ടി മാത്രം ഫുള്ള് സോൾവ് ചെയ്ത് ഞാൻ ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് അതർവൈസ് നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റും ലാസ്റ്റ് 2 ഡിജിറ്റ് ഒക്കെ യൂസ് ചെയ്യാം ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത കുറച്ചുകൂടി ഒരു നല്ല ക്വസ്റ്റൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചെങ്കിലും കൺഫ്യൂസ് ആക്കാൻ സാധ്യതയുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. മൃദുല സ്റ്റാർട്ട്സ് ഹെർ ജോബ് വിത്ത് എ സർട്ടൈൻ മന്ത്ലി സാലറി ആൻഡ് ഏൺസ് എ ഫിക്സ്ഡ് ഇൻക്രിമെന്റ് എവറി ഇയർ. ഇപ്പം മൃദുല ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുവാണ് ആൻഡ് എല്ലാ വർഷവും കിട്ടുന്നത് ഒരു സെയിം ഇൻക്രിമെന്റ് ആണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു 2000 രൂപ കിട്ടുന്നു എന്ന് പറയുന്ന പോലെ ആണ് കിട്ടുന്നത്, എക്സാമ്പിളിന് വേണ്ടി. ഇനി ഇവിടെ പറയുന്നത് ഈ ഫർ സാലറി വാസ് 28,400 ആഫ്റ്റർ 6 years. അപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നില്ല, നമുക്കവിടെ പറയുന്നത് എപ്പോഴത്തെ സാലറിയാണ്? ആളുടെ ഈ പറയുന്ന ഇൻകം അറ്റ് 6ാമത്തെ വർഷമുള്ള ഇൻകം ആണ് പറയുന്നത്. 6ാമത്തെ വർഷത്തെ ഇൻകം എത്ര? 28,400 ആണ് ഇൻകം. ആൻഡ് പിന്നെ പറയുന്നത് എന്താ? ഓഫ് സർവീസ് ആൻഡ് 52,997 ആഫ്റ്റർ 15 years. അപ്പോൾ 15 വർഷം ആകുമ്പോഴത്തേന്നുള്ള ഇൻകവും തന്നിട്ടുണ്ട് നമുക്ക്, 52,997. അങ്ങനെ ചോദിക്കുന്നത് എന്താ? ആളുടെ സാലറി എത്ര എന്നല്ല ചോദിക്കുന്നത്, ചോദിക്കുന്നത് ആളുടെ ഇൻക്രിമെന്റ് എത്രയാണ് ഓരോ വർഷവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? ഇവിടെ നമുക്ക് ചെക്ക് ചെയ്താൽ മൊത്തം 9 വർഷത്തെ ഗ്യാപ്പ് ഇല്ല. 15ഉം 6ഉം 9 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ആൾക്ക് എല്ലാ വർഷവും ഒരേ എമൗണ്ട് അല്ലേ ഇൻക്രിമെന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 വർഷത്തെ ഗ്യാപ്പും ഇവിടെ മൊത്തം ഇൻക്രിമെന്റ്, ഈ രണ്ട് സാലറി തമ്മിൽ എത്രയുടെ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24ഉം 997 നിന്ന് 400 മൈനസ് ചെയ്താൽ 597. അങ്ങനെയാണെങ്കിൽ ഇത്രയും റുപ്പീസ് ആണ് ഈ 9 വർഷം കൊണ്ട് കൂടിയേക്കുന്നത്. ഇത് എല്ലാ വർഷവും ഒരേ എമൗണ്ട് അല്ലേ കൂടുന്നതെന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഫിക്സഡ് ഇൻക്രിമെന്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 9 years കൊണ്ടാണ് ഈ പറയുന്ന 24,597 റുപ്പീസ് കൂടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര കൂടിയെന്ന് അറിയാൻ നമ്മൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം പോരെ. 1 year എത്ര കൂടിയെന്ന് അറിയാൻ ഈ വാല്യൂവിനെ നമ്മൾ ചുമ്മാ ഈ പറയുന്ന 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടും. സോ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 24നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 എന്ന് വരും. ഓപ്ഷനിൽ 2 തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 2733 ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, നമുക്ക് ഓപ്ഷൻ കൂടി യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 2733 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.
അപ്പം നമുക്കിത് താഴെ 9 അല്ല 10 ആണെങ്കിൽ പോലും ഒരു 2459 വരത്തില്ലേ അപ്രോക്സിമേറ്റ് ആയിട്ട്. അപ്പം 2459 ആണെങ്കിൽ നോക്കിയാൽ 2733 ആ റേഞ്ച് ഒരു ആൻസർ അല്ലേ ഉള്ളൂ. ഓക്കെ, അത് വെച്ച് തന്നെ നമുക്ക് ആൻസർ മാറിക്കാം. നമുക്ക് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ മേ ബി ആൾക്കാർ ചിലപ്പം തെറ്റിക്കാനോ കൺഫ്യൂസ് ആക്കാനൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. എ നമ്പർ ഹൂസ് 5th പാർട്ട് ഇൻക്രീസ്ഡ് ബൈ 5. ഏതോ ഒരു നമ്പർ അതിന്റെ 5th പാർട്ട്, അപ്പം ബൈ 5 അതിനെ ഇൻക്രീസ് ബൈ 5 ചെയ്യുവാണ്. ഏതോ നമ്പറിന്റെ 5-1 5 കൂട്ടുവാണ്. ഓക്കെ, അപ്പം ബൈ 5 പ്ലസ് 5 ഈസ് ഈക്വൽ ടു ഇറ്റ്സ് തേർഡ് പാർട്ട്. എന്ന് പറയുമ്പോൾ ആ നമ്പറിന്റെ ബൈ 3 3-1 ഡിക്രീസ്ഡ് ബൈ 7 7 കുറയ്ക്കുകയാണ്. ആൻഡ് ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതോ നമ്പറിന്റെ 5-1 ഒരു പാർട്ടിന്റെ കൂടെ 5 കൂടി ആഡ് ചെയ്യുകയും അതേ നമ്പറിന്റെ 3-1 കൂടെ 7 കുറയ്ക്കുകയും ചെയ്താൽ രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് എന്താ, നമ്പർ എന്താണെന്നല്ല ചോദിക്കുന്നത്, നമ്മുടെ പകുതി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് എന്നെ കണ്ടുപിടിച്ചാൽ മതി. എന്നിന്റെ പകുതി എടുത്ത ആൻസർ വരും. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 7 ഇങ്ങ് ഇപ്പുറത്ത് വന്നാൽ 12 ആവും. നമുക്ക് ഈ n/5 മൈനസ് n/13 ചെയ്യുവാണെങ്കിൽ നമുക്ക് 7 ഇങ്ങ് ഇപ്പുറത്ത് വന്നാൽ 12 ആവും. ഈക്വൽ ടു ആ n/3 മൈനസ് n/5 നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ 2n/3 × 5 15 എന്ന് വരും. നമുക്ക് ഇവിടെ 12 ഉണ്ട്. സോ ആ 12 നമുക്ക് ഇപ്പുറത്തേക്ക് അങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 12ഉം ഈ 2ഉം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 6 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ n ഈക്വൽ ടു 6 × 15 എന്ന് വരും. പക്ഷെ നമുക്ക് n വേണ്ട, നമുക്ക് എന്താ വേണ്ടി, n-ന്റെ പകുതിയാണ് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ബൈ 2 ഇവിടെ വെച്ച് തന്നെ ചെയ്തേക്കാം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ പകുതിയാക്കുന്നത് എന്തിനാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2ഉം 6 കൂടി ക്യാൻസൽ ചെയ്ത് അവിടെ 3 എന്ന് വരും. 3 × 15 നമുക്ക് 45 എന്ന് വരും. ആണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റിയ ഓപ്ഷൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഓപ്ഷൻ എ 45 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 30 പെർസെൻറ്റേജിലെ ലാസ്റ്റ് സീജിൽ ചോദിച്ചുള്ള 30 12 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് മുമ്പുള്ള സെഷൻ കാണാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് അത് കാണാവുന്നതാണ്. നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസും ആൻഡ് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും സീജിലിൻ്റെ എക്സാമിന് മുമ്പ് തന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു 1-2 മന്ത്സിൻ്റെ അകത്ത് തന്നെ എല്ലാ ടോപ്പിക്സിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് 2023 22 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ NTPCയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമിന് മുമ്പായിട്ട് മാക്സിമം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ഓരോ ടോപ്പിക്കിൻ്റെ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഏത് എക്സാം ആണെന്ന് നോക്കാതെ തന്നെ ആ ടോപ്പിക് എടുത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ വരാമെന്നത് അതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പോ ചാനലോ എന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതും ഫോളോ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ കിട്ടാൻ വേണ്ടി. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ പറയാവുന്നതാണ്. നിങ്ങളുടെ അത് പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കത് സജഷൻസ് കമൻസിൽ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും പറയുക. സോ ദാറ്റ് എനിക്കത് കൂടുതൽ വീഡിയോസ് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനെ കുറിച്ചും പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സമയമുള്ള പോലെ അതും കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, സോ ഐ തിങ്ക് ഈ സെഷനിൽ പറഞ്ഞ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ആൻഡ് ആ മെത്തേഡ്സ് ഒക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് ലെന്തി മെത്തേഡ്സ് അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സും വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് മാത്രമേ നമ്മൾ ആൻസേഴ്സ് എടുക്കുന്നുള്ളൂ. നമ്മൾ സീജിലിൻ്റെ എല്ലാ ക്വസ്റ്റൻസും ഇവിടെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, സോ മിസ്സാവാതിരിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോസ് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രിപ്പയർ ചെയ്യുന്ന അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.